ഹലോ, ഇപ്പോൾ ബിഗ് ബോസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ന്യൂസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്ന് പറയാൻ പോകുന്നത് ഗബ്രി പവർ റൂമിലേക്ക് വന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പല നിയമങ്ങളും പല പല കളികൾ മാറ്റാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗബ്രി എങ്ങനെയാണെന്നറിയാം. ഗബ്രി ഒരു എന്തൊക്കെ ചെയ്യും, ആരൊക്കെ സപ്പോർട്ട് ചെയ്യും, ആരൊക്കെ താഴ്ത്തും എന്ന് നമുക്ക് പലർക്കും അറിയാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്ക് കൂടെ മനസ്സിലായി ഇനി എന്തൊക്കെ ആയിരിക്കും എന്ന്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല ഗബ്രി പവർ റൂമിൽ വരുമെന്ന്. പക്ഷേ ഗബ്രി പവർ റൂമിൽ വന്നാൽ എന്തായാലും ഫസ്റ്റ് തന്നെ ജാസ്മിന് സപ്പോർട്ട് ഉണ്ടാവും. അത് വേറെ കാര്യം. ജാസ്മിന് സപ്പോർട്ട് ഉണ്ടാവും പലർക്കും അറിയുന്ന കാര്യമാണ്. ഗബ്രിയും ജാസ്മിൻ്റെയും അവർ തമ്മിലുള്ള സ്നേഹവും പിന്നെ ഇവൻ ആരൊക്കെ തരും എന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിൽ ഗബ്രിക്ക് എല്ലാവരും കൂടി ഈ പവർ ടീമും ക്യാപ്റ്റനോടൊക്കെ എല്ലാവരും കൂടി അവനിക്ക് ഇട്ട് നല്ലപോലെ കുട്ടിയിട്ടുണ്ട്. ഓരോ ടാസ്ക് വരുമ്പോഴും ആ റൂം പൂട്ടിയപ്പോഴും അല്ലാണ്ട് ജാസ്മിനെ പറഞ്ഞപ്പോഴും അപ്പോൾ ഇവൻ കയറി കുറേ തല്ലുപിടിച്ചിട്ടുണ്ട്. സിബിനായിട്ടും പവർ ടീമിലെ അംഗങ്ങളെല്ലാവരുമായിട്ടും ക്യാപ്റ്റനടക്കം തല്ലുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവന് ആ പവർ കിട്ടിയവിടെ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ജിൻഡോക്കൊക്കെ നല്ലപോലെ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. വെച്ചാൽ അത്രത്തോളം അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ജാസ്മിനോ റസ്മിനോ ഫസ്റ്റ് തന്നെ സേഫാക്കാൻ നോക്കും. അതിന് ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നലത്തെ എവിക്ഷനിൽ പവർ ടീമിനൊരു ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഒരാളെ നോമിനേഷൻ ചെയ്യുക. റസ്മീനെ പറയാൻ പറഞ്ഞപ്പോൾ ഗബ്രിക്ക് ഭയങ്കര മടിയും ചമ്മലൊക്കെ ആയിരുന്നു, പറയൂല എന്ന് പറഞ്ഞ്. പിന്നെ അവസാനം അവരെല്ലാവരും അവസാനം എടുത്തത് റസ്മിനെ തന്നെയാണ്. പക്ഷേ അപ്പോഴും ഗബ്രി പറയേണ്ടത് ഞാൻ പറയില്ല, നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞാൽ അവൾക്കൊരു ഇതാവുന്നു. അവിടെയും ഇവൻ ഫേവേഴ്സും കാണിക്കുന്നുണ്ട് അവരോട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഋഷീനെയും എവിക്ഷനിലേക്ക് പറയാൻ പറഞ്ഞത്. ഇതുപോലെ ഋഷീനെ പറഞ്ഞപ്പോഴാണ് ആ പ്രശ്നമുണ്ട്. ഋഷീനായിട്ടുള്ള ഈ ജാസ്മിനെ ഗബ്രിനെ ഉടക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴാണ്. അതുപോലെ തന്നെ സെയിം അവസ്ഥ ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഗബ്രി പവർ റൂമിൽ കയറി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗബ്രി ആദ്യമൊന്നുമില്ല, 2 പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടുണ്ട്. പവർ റൂമിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് അറിയുന്നത്. അപ്പോൾ ഇനി പിന്നെ എന്തൊക്കെ കാണിക്കാൻ ഉള്ളതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് ന്യൂസിനേക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ.